ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ അങ്ങനെ വാഴ മൂവി കണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ മൂവി കണ്ടിരുന്നു, ബട്ട് ഡ്യൂ ടു സം പേഴ്സണൽ കാര്യങ്ങളാൽ നമുക്ക് മൂവിയുടെ റിവ്യൂ ഇടാൻ പറ്റിയില്ല. വാഴ ഒരുപാട് പയ്യന്മാരുടെ ബയോപിക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമാണ് വാഴ. സോ വാഴ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് ആനന്ദ് മേനൻ എന്ന് പറയുന്ന ആളാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ് എന്ന് പറയുന്ന ആളാണ്. സോ നമുക്ക് വാഴ എന്ന് പറയുന്ന മൂവിയുടെ കാസ്റ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ മോനെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. നമ്മുടെ സിജു സണ്ണി ആണെങ്കിലും ജോയിമോൻ ജോദർ ആണെങ്കിലും നമ്മുടെ സാഫർ ബ്രോസ്, അസീസ് നെടുമങ്ങാട്, ബേസി ജോസഫ്, കോട്ടയം നസീർ, നമ്മുടെ നോബി, നമ്മുടെ അമിത് മോഹൻ, പിന്നെ നമ്മുടെ ഹാഷ്റാൻ സംഘങ്ങൾ. അതൊരു രക്ഷയില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പയ്യന്മാരും ഉൾപ്പെടെയുള്ള ഒരു കിടിലോസ്കി സീനാണ്. ഹാഷിറിൻ്റെയും ഗ്യാങ്ങിൻ്റെയും കുറച്ച് സീൻസേ ഉള്ളൂ. അവർ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സീൻസൊക്കെ ഉള്ളൂ. ബട്ട് ദ സീൻസ് വാസ് സൂപ്പർവാണ്. അതിലെ ആ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു സംഭവമുണ്ട്. പോലീസ് സ്റ്റേഷൻ വെച്ചുള്ള സീനൊക്കെ ഉണ്ട്. അതൊക്കെ രക്ഷയില്ലാത്ത സീനാണ്. പിന്നെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തതും ഹാഷിറിൻ്റെയും ഗ്യാങ്ങിൽ തന്നെയാണ് കൊണ്ട് നിർത്തിയത്. അതൊരു സെക്കൻഡ് പാർട്ടുണ്ട്. ബട്ട് അത് വേണോ വേണ്ടായോ എന്നുള്ളത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് വേണ്ട എന്നൊരു രീതിയിലാണ്. കാരണം ഹാഷിറിനെ ഗ്യാങ്ങിനെ വെച്ചൊരു പടം എടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു സ്റ്റോറി ആയിട്ട് അവരെ അപ്രോച്ച് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പം മലയാള സിനിമയ്ക്ക് കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, ഏത് പടം എടുത്താലും അതിനെല്ലാം ലാസ്റ്റിൽ കൊണ്ടൊരു സെക്കൻഡ് പാർട്ട് ഇട്ടുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സെക്കൻഡ് പാർട്ട് എടുത്ത് ഫസ്റ്റ് പാർട്ടിനെ കൂടെ കുളവാക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് അറിയില്ല, സെക്കൻഡ് പാർട്ട് ഹിറ്റായാൽ അതും നല്ലൊരു കാര്യമാണ്. പടത്തിലേക്ക് വരുവാണെങ്കിൽ യെസ്, നമ്മൾ ഒരുപാട് പയ്യന്മാർ വീട്ടിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടെ ചേർന്നുള്ള നല്ല കിടിലോസ് ഒരു പടമാണ്. പടത്തിനെ കയറി പടം കണ്ട സമയം നമ്മൾ ആക്ച്വലി അറിഞ്ഞതേ ഇല്ല. ഒരു 2 മണിക്കൂർ പോയ വഴി ഞാൻ അറിഞ്ഞില്ല. കയറി ടൈറ്റിൽ കാർഡ് കാണിച്ച് പിന്നെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല കിടിലോസ്കി കൗണ്ടറുകളും എല്ലാ കോമ്പിനേഷൻ സീൻസും എല്ലാ പയ്യന്മാരെല്ലാം കൂടെ നമുക്കൊരു വൈബോസ്കി പടമായിരുന്നു വാഴ ആക്ച്വലി. പിന്നെ നമ്മൾ പയ്യന്മാരാണെങ്കിൽ വീട്ടിൽ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് വഴിതെറ്റി പോകുന്നത് അല്ലെങ്കിൽ നന്നാവാത്തതൊക്കെ. ചുമ്മാടെ ഫ്രണ്ട്ഷിപ്പ് കാരണമൊന്നുമല്ല. അത് നമ്മളെ കുറച്ച് ആൾക്കാർ അതങ്ങനെ അങ്ങ് ആക്കി വെച്ചേക്കാണ്, ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് അങ്ങനെയൊക്കെ പോകുന്നത്. അതൊന്നുമല്ല, നമ്മളെ ആൾക്കാർ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നം. കൂട്ടുകെട്ട് കാരണം അങ്ങനെ ആൾക്കാരും അങ്ങനെ നശിച്ചു പോയിട്ടൊന്നും ഇല്ലെന്നേ, ഒക്കെ ചുമ്മാതാ. വീട്ടുകാർക്ക് മറ്റുള്ളവർ അടുത്ത് എന്താ പറയുക, മറ്റുള്ളവർ ഒരുപാട് നെല്ലിലാകുമ്പോഴത്തേക്ക്, മറ്റുള്ളവരുടെ മക്കൾ ഒരുപാട് നെല്ലിലാകുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഒരു പേടി കയറും, പ്രഷറൈസിങ് കയറും, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ നേരെ മക്കളെ മണ്ടയ്ക്കോട്ടാകും. മക്കൾ പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ മറന്നു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. സോ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതൊക്കെ. സോ ഇതിനകത്ത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഭയങ്കര ലക്ഷ്യബോധത്തോടെ പോകുന്ന കുറച്ച് പിള്ളേരും ഉണ്ട്. അവരുടെ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നല്ല രീതിക്ക് പഠിച്ച് ഏത് കോഴ്സ് എടുക്കണമെന്നുള്ളത് അത് എടുത്ത് അത് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം, അത് കഴിഞ്ഞ് പുറത്തോട്ട് പോകുന്നതും ഒക്കെ അങ്ങനെയായിട്ട്. പിന്നെ കല്യാണം, ഫാമിലി അതൊക്കെ സെറ്റിലാവുന്ന കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. അത് വേറൊരു വിഭാഗം. അവരുടെ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് പഠിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഒന്നും എങ്ങും ആകാത്ത കുറേ ആൾക്കാരുണ്ട്. പിന്നെ ലാസ്റ്റിൽ അവർ ഇഷ്ടത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. സോ അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലുള്ള പയ്യന്മാരുടെ കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് ഡാഡീസ്, തന്തമാർ, അച്ഛന്മാർ തീർച്ചയായിട്ടും കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ആർക്കും എങ്ങും എത്താൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാൽ പോലും ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ല കാര്യമാണ്. നമുക്ക് ആദ്യം കിട്ടുന്ന സപ്പോർട്ട് നമുക്ക് വീട്ടിൽ നിന്നാണ്. സോ ആ സപ്പോർട്ട് നമുക്ക് വേണ്ട രീതിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി സൂപ്പർ ആയിരിക്കും. അത് നല്ലൊരു ഇതായിരിക്കും. കാരണം നമ്മളെ വീട്ടിൽ നിന്നാണല്ലോ നമ്മളെ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ആ മനസ്സിലാക്കൽ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ആ പടത്തിൽ കണ്ടതുപോലെ നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ലെവലാകും. പിന്നെ അതുപോലെ നമ്മുടെ മിക്ക പയ്യന്മാർക്കും വലിയ ലക്ഷ്യബോധം കാര്യങ്ങളൊന്നുമില്ല. ബട്ട് പയ്യന്മാർ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിത്തരും. ഇപ്പം ഒരുപാട് പയ്യന്മാർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഒരുപാട് വഴിയാണെങ്കിലും പയ്യന്മാരൊക്കെ ഓരോ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരും രക്ഷപ്പെട്ട പയ്യന്മാർ മാത്രമല്ല, ഓഫ് കോഴ്സ് ലേഡീസും. എല്ലാവർക്കും മെയിനായിട്ട് വേണ്ടത് ഫാമിലി അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഫാമിലി നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അവരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ മൂവി നല്ല കിടിലോസ്കി ഒരു മൂവിയാണ്. എല്ലാവരും കാണും. പ്രത്യേകിച്ച് ഡാഡീസ്, തന്തമാർ എല്ലാവരും കാണേണ്ട പടമാണ്. സോ നല്ല കിടിലോസ്കി ഒരു പടമാണ് ഗൈസ്, കണ്ടു നോക്കുക. അപ്പം ഹാഷിറിൻ്റെയും ഗ്യാങ്ങിൻ്റെയും ഫിലിം എൻട്രിയും കൂടാണ് വാഴ മൂവി. കിടിലോസ്കി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ള സീൻസ് നൈസായിട്ട്. അതിൽ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ബട്ട് എൻ്റെ കാഴ്ചപ്പാട് സെക്കൻഡ് പാർട്ട് വേണ്ടായിരുന്നെന്നാണ്. എനിവേ സെക്കൻഡ് പാർട്ട് വരട്ടെ, നമുക്ക് നോക്കാം. അതുപോലെ ഹാഷിറും ഗ്യാങ്ങും നല്ല അവർക്ക് ഇനിയും നല്ല നല്ല പടങ്ങൾ കിട്ടട്ടെ. സോ ഓവറോൾ നൈസ് ഒരു പടമാണ്. സോ എല്ലാവരും കണ്ടു നോക്കുക. അപ്പം അത്രേ ഉള്ളൂ.